നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ടതും ഉത്തര മലബാറിലെ അപൂർവം ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നുമാണ് കണ്ണൂർ മട്ടന്നൂരിലെ പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. നാലമ്പല ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. മഹാവിഷ്ണുവിന്റെ ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പെരിഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രം. ത്രേതായുഗത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം. പെരിഞ്ചേരി എന്നാൽ കോട്ടയം രാജസ്വരൂപം ആദിത്യമരുളിയ തളിപ്പറമ്പ് എന്ന പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്ന് ബ്രാഹ്മണരെ കുടിയിരുത്തിയ ഇടമെന്നാണ് പറയപ്പെടുന്നത്. പെരിഞ്ചല്ലൂർ പിന്നീട് ലോപിച്ച് പെരിഞ്ചേരിയായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. വനവാസകാലത്ത് ശ്രീരാമൻ്റെ വനവാസകാലത്ത് സീതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്മണൻ സംരക്ഷണം ഏൽപ്പിച്ചിട്ട് മരീചനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു അവസരമുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട്. അതായത് സീതാ സംരക്ഷകനായിരിക്കുന്ന ലക്ഷ്മണൻ സങ്കല്പത്തിലാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ലക്ഷ്മണനാണ് പെരിഞ്ചേരിയിലുള്ളതെന്നാണ് സങ്കല്പം. സീതയുടെ സങ്കല്പമായി കുളത്തുംവാതുക്കൽ ശ്രീഭഗവതി കോട്ടവും അറിയപ്പെടുന്നു. രാമായണ മാസത്തിൽ നിരവധി പേരാണ് നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നത്. കർക്കിടക മാസം പൊതുവെ എങ്ങനെയാ വെച്ചാൽ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ഉപാസനാ പദ്ധതിൻ്റെയും ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ്. ഒന്ന് കാലാവസ്ഥയുടെ പ്രത്യേകത, വേറൊന്ന് നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ഉപാസനാ ബലമാണ് സമാജത്തിന് വേണ്ടിയിട്ട് മറ്റ് 11 മാസങ്ങളിലും നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഉപാസനാബലം കൂട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഈ കർക്കിടക മാസമാണ്. കിഴക്കോട്ട് ദർശനമായ വിഷ്ണു പ്രതിഷ്ഠയാണ് പെരിഞ്ചേരി ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഉപപ്രതിഷ്ഠകളായി ഗണപതിയും നാഗങ്ങളും ഭൂതത്താറുമുണ്ട്. ജനം, കണ്ണൂർ.